നമസ്തേ ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെറ്റിന്റെ സിലബസിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിലബസ് അനുസരിച്ച് ഞാൻ ഫസ്റ്റ് തുടങ്ങുന്ന ടോപ്പിക്കാണ് ഇത് ആധുനിക കാലം, ഭാരതേന്ദു യുഗം. ഈ ഭാരതേന്ദു യുഗിൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് ആധുനിക കാലത്തിൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെ പറയണം? ആധുനിക കാലത്തിന്റെ സമയം പറയണം. 1900 മുതലാണ് ആധുനിക കാലം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം രാമചന്ദ്ര ശുക്ലജി കാലവിഭാജനം നടത്തിയ ഏത് തരത്തിലാണ്? ആദികാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനിക കാലം. ഇങ്ങനെ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? കാലവിഭാജനം നടത്തിയിരിക്കുന്നത്. ഈ കാലവിഭാജനം നടത്തിയത് അതിലാണ് നമുക്ക് ആധുനിക കാലം 1900 സെ എന്ന് പറയുന്നത്. 1900 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടമാണ് എന്ത് വരുന്നത്? ആധുനിക കാലത്തിൽ വരുന്നത്. അപ്പൊ ഈ ആധുനിക കാലത്തിൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഭാരതേന്ദു യുഗ്, ദ്വിവേദി യുഗ്, ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ്, ന്യായി കവിത, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ഫസ്റ്റ് വരുന്നത്, ഇതിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ ഭാരതേന്ദു യുഗമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഭാരതേന്ദു യുഗത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, ഭാരതേന്ദു യുഗത്തിന് മാർഗനിർദ്ദേശം നൽകിയ ആളാണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ഭാഷ വ്രജഭാഷയാണ്. ഭാരതേന്ദു യുഗത്തിന് പറയുന്ന മറ്റൊരു പേര് പുനർജാഗരണം. ഇത്ര കാര്യങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് ഡെപ്തിലേക്ക് പോകണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ദ്വിവേദി യുഗ്. ദ്വിവേദി യുഗത്തിൽ എന്താണ്? മഹാവി പ്രസാദ് ദ്വിവേദി. ദ്വിവേദി യുഗത്തിന് മാർഗനിർദ്ദേശം നൽകിയ ആളാണ്. ഈ വ്രജഭാഷയുടെ ഉപയോഗം തുടങ്ങിയിട്ട് പിന്നെ ഖടി പോലിയുടെ ഉപയോഗം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലാണ്? ദ്വിവേദി യുഗത്തിലാണ്. പിന്നെ വരുന്നത് നമുക്ക് എന്താണ്? ഛായാവാദ്. ഛായാവാദ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് പറയാം ഛായാവാദ് സ്തംഭങ്ങൾ, അതിലുള്ള മെയിൻ ആയിട്ടുള്ള രചനക്കാർ ആരൊക്കെയാണ്, കവികൾ ആരൊക്കെയാണ്, പാശ്ചാത്യ കവികൾ ആരൊക്കെയാണ്. അപ്പൊ ഇവരെ പറ്റിയൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഛായാവാദിൽ പഠിക്കാനുണ്ട്. ഛായാവാദ് കഴിഞ്ഞാൽ ഭാരതേന്ദു, ദ്വിവേദിക, ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ്. പ്രഗതിവാദ് നമുക്ക് നാഗാർജുൻ മെയിൻ ആയിട്ട്. ഓക്കെ, മാർക്സ്വാദിയ സാമ്യവാദ ദൃഷ്ടിയോം സെ പ്രചലിത കാവ്യമാണ് പ്രഗതിവാദി എന്ന് പഠിക്കണം. പിന്നെ നമുക്ക് എന്ത് വരുന്നത്? പ്രയോഗവാദി, താറസപ്തകി, പിന്നെ നൈ കവിത, സമകാലീന കവിത. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്തിലേക്ക് പോവാം? ആധുനിക കാലത്തിന്റെ ഞാൻ ഇവിടെ വിശദീകരിച്ചു. ഭാരതേന്ദു യുഗ്, ദ്വിവേദി യുഗ്, ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ്, നൈ കവിത, സമകാലീന കവിത. ഓക്കെ, അതിൽ നമുക്ക് ഭാരതേന്ദു യുഗ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1850 1900 ഈസ്വി വരെയാണ് എന്ത് വരുന്നത്? ഭാരതേന്ദു യുഗ് വരുന്നത്. അതില് നമുക്ക് അന്യനാം പുനർജാഗരൻ കാൽ വി കഹാ ജാത്താ ഹെ, പുനർജാഗരൻ കാൽ എന്ന് കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള രചനക്കാരാണ് ആര്? ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അദ്ദേഹത്തിന്റെ ജന്മം വരുന്ന 1850 മുതൽ 1885 ഈ സിതംബർ വരെയാണ്. സിതംബറിലാണ് അദ്ദേഹം ജനിച്ചത്, ജാനുവരിയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ജന്മസ്ഥാൻ കാശിയിലാണ്, വാരണാസിയിലുള്ള കാശി എന്ന സ്ഥലത്താണ് കാശിയിലുള്ള വാരണാസി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. പ്രദേശം പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശിലാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. പിതാ ഗോപാൽ ചന്ദ് ഗിരിധർദാസ്. ഗോപാൽ ചന്ദ് ഗിരിധർദാസ് ആണ് അദ്ദേഹത്തിന്റെ പിതാവ്. ഗുരു സിത്താര ഹിന്ദ്, രാജാ ശിവപ്രസാദ് സിത്താരെ ഹിന്ദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉപാധി ഭാരതേന്ദു. അദ്ദേഹത്തിന് കിട്ടിയ നേട്ടാണ് എന്ത്? ഭാരതേന്ദു. രസ ഉപനാം, രസ എന്ന പേരിലും മൂൽനാം ഹരിശ്ചന്ദ്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉപനാം, മൂൽനാം, ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ആധുനിക ഹിന്ദിക്ക പിതാമഹ് കഹാ ജാത്ത. ആധുനിക ഹിന്ദിയിലെ പിതാമഹായിട്ടാണ് ആരെ കണക്കാക്കുന്നത്? ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ഭാരതേന്ദു ഹിന്ദിമേ ആധുനികതക്കെ പഹലെ രചനക്കാർ. ആധുനികതയിലെ ആദ്യത്തെ രചനക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഭാരതേന്ദുവിനെ പറയാം. ഭാരതീയ നവജാഗരൻ കെ അഗ്രദൂത് കെ രൂപ में प्रसिद्ध है. ഭാരതീയ നവജാഗരൻ കെ അഗ്രദൂത് है. ഭാരതേന്ദു 5 वर्ष की अवस्था में भी दोहा बनाकर अपने पिता को सुनाया. 5 വയസ്സായപ്പോ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ദോഹ ചൊല്ലിയിട്ട് അദ്ദേഹത്തിന്റെ പിതാവിന് കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയും എന്താണ് പ്രശസ്തി ആർജിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ദോഹ നമുക്ക് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ലേ ഭ്യോട് ടാട്ടെ ഭയ ശ്രീ അനിരുദ്ധ സുജാൻ ദൻ ബാണാസുരിക്ക് സേനകോം കെ ഹനൻ ലഗെ ഭഗവാൻ. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര കവിതാ സംവർദ്ധിനി സഭയ്ക്ക് സംസ്ഥാപകത. കവിതാ സംവർദ്ധിനി സഭയുടെ സംസ്ഥാപകനാണ് ആര്? ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. കാശി വൈഷ്ണവ ഭക്തിക്ക് പ്രചാർക്കലെ ഭാരതേന്ദു തദീ സമാജിക്ക് സ്ഥാപന. തദീ സമാജ് സ്ഥാപിച്ച ആരാണ്? ഭാരതേന്ദു ഹരിശ്ചന്ദ്രാണ്. ഭാരതേന്ദുവിനെ 1873 ഈസ്മേ പൈനി റീഡിംഗ് നാമക്ക് ഗോഷ്ഠിക്ക ഘട്ടൻ കിയ. പൈനി റീഡിംഗ് എന്നൊരു ക്ലബ്ബ് സ്ഥാപിച്ചതും ആരാണ്? ഭാരതേന്ദു ഹരിശ്ചന്ദ്രാണ്. അപ്പൊ ഈ പോയിന്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം മനസ്സിലാക്കി വെക്കണം. ഭാരതേന്ദുവിനെ ലഘുബാബ്
സത്തർ കാവ്യകൃതിയാക്കി രചനാക്കി ഭാരത് കാവ്യ സംഗ്രഹം. ഏകദേശം 70ഓളം രചനകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ഫസ്റ്റ് വൺ പ്രേമ മാലിക, പ്രേം സരോവർ, പ്രേമാശ്രു വർഷൻ, പ്രേം തരംഗ്, ഉത്തരാർദ്ധ ഭക്തമാൽ, പ്രേം പ്രലാപ്, ഗീതാ ഗോവിന്ദ്, ഹോളി, മധുമുകുൾ, വിനയ് പ്രേം പച്ചാസ്, കൂലോങ്ക ഗുഞ്ച. ഇമ്പോർട്ടന്റ് ആണ് കൂലോങ്ക ഗുഞ്ച. ഓക്കെ, നെക്സ്റ്റ് പ്രേം ഫുൽവരി, കൃഷ്ണാചരിത്, വസന്ത് ഹോളി, ഉർദു കാ സ്യാപ, പ്രബോധിനി, ഭാരത് വീരത്ത്, ശ്രീ രാം ലീല, ഭീഷ്മ സ്വരാജ്, വിജയിനി വിജയ് വൈചേന്തി, ജാതീയ സംചി, റിബണാഷ്ടക്. ഓക്കെ, ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, ഏകദേശം ഒരു 22ഓളം എങ്കിലും നമ്മൾ എന്താക്കണം, ഏകദേശം നോക്കിയിട്ട് പോകണം. ഫൂലോങ്ക ഗുഞ്ച കടി പോലിമേ ലിഖാതെ ഏക്ക് കാവ്യ സംഗ്രഹേ. അപ്പൊ പൂലോങ്ക ഗുഞ്ച ഏതാണ്, അദ്ദേഹത്തിന്റെ കടിപോലിൽ എഴുതിയിട്ടുള്ള കാവ്യ സംഗ്രഹം. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര രചനകളൊക്കെ നമ്മൾ പറഞ്ഞു വ്രജഭാഷയിലാണ് രചനകളൊക്കെ രചിച്ചത്. പക്ഷെ അദ്ദേഹം കടിപോലെ എഴുതിയ രചന നമുക്ക് ചോദിച്ചാൽ പൂലോങ്ക ഗുഞ്ച. പൂലോങ്ക ഗുഞ്ചയാണ് എന്ത് കടിപോലിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വിജയനി വിജയ് വൈചേന്തി. വിജയനി വിജയ് വൈചേന്തി ഭാരതീയ സേനാക്ക് വിജയപ്രാപ്തിക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ഭാരതീയ സേനയ്ക്ക് വേണ്ടിയിട്ടുള്ള. ദശരഥ വിലാപ് ഖടി പോലിമ ലിഖാത്ത. ദശരഥ വിലാപും ഏതിൽ എഴുതിയിട്ടുള്ളതാണ്, ഖടിബോലിയിൽ എഴുതിയിട്ടുള്ള രചനകളാണ്. ഭാരതേന്ദുവിന്റെ അഭിനയ കൃതി ഭാരത് ദുർദശാമേ ദേശി രാജാവുംകോ രാസബ് കഹാഹെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഭാരതേന്ദു അഭിനയ കൃതി ഭാരത് ദുർദശ, ഭാരത് ദുർദശയില് ദേശീയ രാജാവുക രാസബ്. എന്താ ഇവിടെ പറഞ്ഞത്, ദേശീയ രാജാക്കന്മാരുടെ രാസബ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. രാസബ് എന്ന് പറഞ്ഞാൽ എന്താ, കഴുത എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഭാരതേന്ദുവിന്റെ അഭിനയ കൃതി ഭാരത് ദുർദശാമേ ദേശീയ രാജാവുക്കെ കിസ്നെ ബതായ. രാസബ് എന്നാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഭാരതേന്ദുവിന്റെ നാമാദാസ്കൃത് ഭക്തം. ഓക്കെ, നാമാദാസ്കൃത് ഭക്തമാല. ओके, नेक्स्ट ഭാരതേന്ദുവിന്റെ നാബാദാസ്കൃത് ഭക്തമാലക്ക് അനുകരൺ पर ഉത്തർ ഭക്തമാലക്ക് രചനാക്കി. ഈ ഉത്തർ ഭക്തമാല രചിച്ചത് എന്തിനെ പറ്റിയാണ്, ഭാരതേന്ദുവിനെ നാബാദാസ്കൃതിയായ ഭക്തമാലയെ അനുകരിച്ചിട്ടാണ് എന്ത് എഴുതിയത്, ഉത്തർ ഭക്തമാല എഴുതിയിട്ടുള്ളത്. ഉത്തർ ഭക്തമാല. ओके, नेक्स्ट इंद्रसभा एक प्रकार का नाटक है जिसके अनुकरण पर बंदर सभा की रचना की. ഇന്ദ്രസഭയെ അനുകരിച്ചിട്ടാണ് എന്തുണ്ടാക്കിയത്, ബന്ദർ സഭ. ഓക്കെ, അതിൽ വരുന്ന നായകാണ് ബന്ദർ, നായിക ശുദർമുഖി. ഭാരതേന്ദു ആരാ, സമ്പാദിത പത്രിക. ഇനി നമുക്ക് ഭാരതേന്ദു സ്ഥാപിച്ച പത്രികകൾ ഏതൊക്കെയാ നോക്കാം. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കവിവചൻ സുധ. 1868 കവിവചൻ സുധ നമുക്ക് പത്രിക സമ്പാദനിക കാശിമേ നിഖാൽദി. കാശിയിലാണ് ഇതിന്റെ സമ്പാദനം പബ്ലിഷ് ചെയ്തിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഹരിശ്ചന്ദ്ര മാഗസിൻ, വെരി ഇമ്പോർട്ടന്റ് ആണ്. 1873 ഖാദിം 1874 इसमें इसका नाम ഹരിശ്ചന്ദ്ര ചന്ദ്രിക എന്ന പേരിൽ അദ്ദേഹം ബനാറസിലാണ് ഇത് പുറപ്പെടുവിച്ചത്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തത് ഭാരതേന്ദുവിനെ 1874 इसमें ബാലാബോധിനി എന്നുള്ള പത്രിക. അപ്പൊ വഴിക്രമത്തിൽ തന്നെ പഠിക്കുക. ബാലാബോധിനി പ്രകാശനം ചെയ്തു. ഈ പത്രിക സ്ത്രീ ശിക്ഷാ പ്രബൽ ദേനെ വാലി പത്രിക ഹെ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് എഴുതിയിട്ടുള്ളത്, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ബാലാബോധിനി പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. എന്ന് നമുക്ക് മെയിൻ ആയിട്ട് പറയാം. ഭാരതേന്ദുവിന്റെ നാടകങ്ങൾ ഏതൊക്കെയാണ്. पहला नाटक विद्यासुंदर, पहला नाटक विद्यासुंदर. ओके, नेक्स्ट ब्रज भाषा ब्रजरत्न दास एवं राधाकृष्ण दास के अनुसार पहला नाटक പ്രവാസ് നാടകം. ഈ ബ്രജരത്നദാസും ഏകദേശം രാധാകൃഷ്ണദാസും പറഞ്ഞിരിക്കുന്നത് പ്രവാസ് നാടകം എന്നാണ് പറയുന്നു. ഭാരതേന്ദുക്ക മൗലിക നാടകം. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അനുദിത നാടകങ്ങളും മൗലിക നാടകങ്ങളും 2 തരത്തിലുള്ള നാടകങ്ങളും എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നാടകങ്ങൾ നോക്കാം. വൈദ്യഹിംസ ഹിംസാന്ന ഭവതി, അതിന്റെ പ്രകാരം വരുന്ന പ്രഹസന. നമുക്ക് ചോദിക്കാറുണ്ട് വൈദ്യഹിംസ ഹിംസാന്ന ഭക്തി ഏതിലാണ് വരുന്നത്, ഏത് പ്രകാരത്തിലാണ്, പ്രഹസനാണ്. പ്രേം ചോഗിനി നാട്ടികയാണ്. ചന്ദ്രാവലി നാട്ടികയാണ്, ശ്രീ ചന്ദ്രാവലി. വിജയ വിഷമൌഷധ് ബാണാണ്. ഭാരതേന്ദു ദുർദശ നാട്ടിക രാസകിയ. നീൽദേവി ഗീതി രൂപക്. അന്തേർ നഗരി പ്രഹസന. അന്തേർ നഗരി ഏത് തരത്തിലുള്ള എന്നൊക്കെ ചോദിക്കാറുണ്ട്. HSAക്കും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശ്രീ പ്രലാപ് ഗീതി രൂപകിയ നാട്ടക്. ഓക്കെ, ഇത്രയാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള മൗലിക നാടകം എന്ന് പറയുന്നത്. നമുക്ക് അനുദിത്ത നാടകങ്ങളും മൂൽ നാടകവും മൗലിക നാടകങ്ങളും നമുക്ക് 2 തരത്തിൽ ചോദിക്കാറുണ്ട്. വിദ്യാസുന്ദർ, ഈ വിദ്യാസുന്ദർ എന്ന അനുദിത്ത നാടകങ്ങള് സംസ്കൃത ചൗര് പഞ്ചശിഖാ ബംഗ്ലാ വിദ്യാസാഗർ ഹിന്ദിക്ക് അനുവാദ്.
വിദ്യാസുന്ദർ ഇന്ത്യയിലേക്ക് അനുവാദം ചെയ്തിട്ടാണ് എന്തുണ്ടായത്, വിദ്യാസുന്ദർ ഉണ്ടായത്. രത്നാവലി തന്നെയാണ്. പാകണ്ട് വിടംബൻ പ്രബോധ് ചന്ദ്രോദയ്, പാകണ്ട് വിടംബൻ പ്രബോധ് ചന്ദ്ര. റിയൽ നാടകം എന്താണ്, പ്രബോധ് ചന്ദ്രോദയ് ആണ്. നെക്സ്റ്റ് ധനഞ്ജയ് വിജയ് എന്ന് തന്നെയാണ് ധനഞ്ജയ് വിജയ് വന്നത്. കർപ്പൂർ മഞ്ചരി എന്താ, കപൂർ മഞ്ചരി എന്നാണ് കർപ്പൂർ മഞ്ചരി വന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സത്യ ഹരിശ്ചന്ദ്ര, ചാണ്ട് കൗശിക്, ഭാരത് ജനനി, ഭാരത് മാതാ, മുദ്ര രാക്ഷസ്, ദുർലഭ ബന്ധു, മെർച്ചന്റ് ഓഫ് വെനീസ്. ഈ ദുർലഭ ബന്ധു മെർച്ചന്റ് ഓഫ് വെനീസ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് എന്ത്, ദുർലഭ ബന്ധു എന്ന നാടകം ഭാരതേന്ദു ഹരിശ്ചന്ദ്ര എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് 9ഓളം അനുദിത നാടകങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി വിദ്യാസുന്ദറിൽ പറയുകയാണെങ്കിൽ വിദ്യാസുന്ദർക്ക് പ്രേം വിവാഹക്കെ ബാരെ എന്തിനെ പറ്റിയാണെന്ന് ചോദിക്കാറുണ്ട്. പ്രേം വിവാഹക്കെ ബാരമേ എന്ന് മനസ്സിലാക്കി. इसमें विद्या और गुण सिद्ध का प्रेम चित्र पंचशिका बंगला संस्करण हिंदी में रूपांतरण है. रत्नावली एक अनुदित नाटक है. रत्नावली अपूर्ण नाटक है. यानी पाखंड विडंबन वैष्णव भक्ति की विशेषता और पाखंड मुक्त पर भक्ति करने का उपदेश है. नेक्स्ट 3 अंगों में लिखित रचना है. कृष्णा मिश्र कृत प्रबोधन चंद्रोदय के तीसरे अंग का अनुवाद है. धनंजय विजय वैद्य हिंसा न भवती, एक पहला मौलिक नाटक है. सत्य हरिश्चंद्र नाटक मौलिक का संबंध में विवाद है और अर्थ मौलिक नाटक कहा जाता है. इसमें सत्य के आदर्श के प्रस्तुत किया गया है. ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രേം अपूर्ण नाटिका है, अंगों की लिखित रचना है. प्रेम जोगिनी नाटक का पूर्व नाम काशी के छायाचित्र दो भले बुरे कोर्ट फिल्म हरिश्चंद्र के चंद्रिका पत्र में प्रथम बारे में प्रकाशित. നീൽദേവി നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, നീൽദേവി ഐതിഹാസിക നാടകം ചോദിക്കാറുണ്ട്. ഏത് തരത്തിലുള്ള നാടകമാണ്? स्त्री शिक्षा पर बल देती है. अंधेर नगरी दृश्य में लिखा दिया प्रहसन है. इसमें राजा की मूर्खता अन्य और अंदर व्यंग किया गया है. इसमें आयोग की शासन मुख्य पूर्ण वीडियो उसने उत्पन्न समय पर है. ഇതിൽ മെയിൻ ആയിട്ടുള്ള പാത്രം എന്ന് പറയുന്നത് മഹന്ത്, ചേല, കബാബ് വാല, ഗാസിറ, നാരംഗോസി, ഹൽവായി ഇവരൊക്കെയാണ്. ഇനി സതി പ്രതേക അപൂർണ പൗരാണിക നാടക. നോട്ട്സ് വൈഡാണ്, കുറച്ചും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം എടുത്തിട്ട് വായിച്ചു നോക്കണം. സാവിത്രി സത്യവാൻ കെ പൗരാണിക നാടക കഥം സാവിത്രി एक പൗരാണിക ആധാരിക രചന ഹേ. രാധാകൃഷ്ണദാസ് കോ പൂരാ കിയ. ഇനി അദ്ദേഹത്തിന്റെ ഉപന്യാസങ്ങൾ പറ. നീൽദേവി ഐതിഹാസിക നാടക, ശ്രീ ശിക്ഷ പർ ബൽ ദിയാ ജാത്താ ഹേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് നമുക്ക് എന്തിലുള്ളത്. ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, ഭാരതേന്ദു യുഗത്തിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയില് ബാക്കി നമുക്ക് വിശദീകരിച്ച് പറയാം. ധന്യവാദം.